Hi guys, welcome to Activity Part 1 video from the poem Lines Written in Early Spring, written by William Wordsworth. William Wordsworth എഴുതിയ Lines Written in Early Spring എന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റി പാർട്ട് 1 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി നമ്പർ 1. What man has made of man is one of the most striking expressions in the poem Lines Written in Early Spring. It describes the feelings of Wordsworth, the poet, and his thoughts about human activities against nature. What made the poet think so? Wordsworth's thoughts about the human world. So activity number is, what man has made of man is one of the most striking expressions in the poem Lines Written in Early Spring. Lines Written in Early Spring എന്ന പോയത്തിനകത്തുള്ള ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന സ്റ്റേറ്റ്മെന്റ്. മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫീലിംഗ്സ് ഓഫ് വേർഡ്സ്വർത്ത്, ദ പോയറ്റ്, ആൻഡ് ഹിസ് തോട്ട്സ് അബൌട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് നേച്ചർ. പ്രകൃതിക്കെതിരായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പോയറ്റ് വേർഡ്സ്വർത്തിന്റെ ഫീലിംഗ്സ് ആണ് ഇതിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വാട്ട് മെയ്ഡ് ദ പോയറ്റ് തിങ്ക് സോ? എന്തുകൊണ്ടാണ് പോയറ്റ് അത്തരത്തിൽ ചിന്തിക്കാനുണ്ടായ കാരണം? വേർഡ്സ്വർത്ത് തോട്ട്സ് അബൌട്ട് ദ ഹ്യൂമൻ വേൾഡ്, മനുഷ്യന്റെ ലോകത്തെക്കുറിച്ച് വേർഡ്സ്വർത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് എഴുതാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വി ഹാവ് 3 points ടു റൈറ്റ്. നമുക്ക് 3 points ആണ് ഈ ആൻസറിൽ എഴുതാൻ വേണ്ടി തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ്, ദ ഹ്യൂമൻ വേൾഡ് ഹാസ് മിസറീസ്. മനുഷ്യന്റെ ജീവിതം ഒരുപാട് മിസറീസ്, ഒരുപാട് യാതനകൾ നിറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യന്റെ ജീവിതം ഒരുപാട് മിസറബിൾ ആണ്. പ്രകൃതിയിൽ പയറ്റ് കാണുന്ന ഓരോ പൂക്കളെക്കുറിച്ചിട്ടും ചെടികളെക്കുറിച്ചിട്ടും പക്ഷികളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് മനുഷ്യർ എത്രമാത്രം മിസറബിൾ ആണ്, എത്രമാത്രം ദുഃഖിതരാണ് എന്നാണ് അതിലൂടെ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്. ഹ്യൂമൻ ബീയിങ്സ് ഡു നോട്ട് ലവ് ഹിസ് ഫെലോ ബീയിങ്സ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ്. മനുഷ്യർ മറ്റു മനുഷ്യരെ സ്നേഹിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പോയത്തിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് പ്രിവെന്റ് us ഫ്രം എൻജോയിങ് ദ പ്ലഷർ ഗിവൺ ടു us ബൈ നേച്ചർ. മനുഷ്യന്റെ പലതരത്തിലുള്ള പ്രവൃത്തികളും സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് നമുക്ക് പ്രകൃതി ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ ജീവിതം എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കാതിരിക്കാനുള്ള ഒരു കാരണം മനുഷ്യന്റെ തന്നെ ദുരാഗ്രഹങ്ങളും അവന്റെ തന്നെ ദുഷ്പ്രവൃത്തികളുമാണെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. Now let's move on to activity number 2. William Wordsworth's poem Lines Written in Early Spring is appealing to the readers because of its poetic devices. Fill in the boxes with suitable examples from the poem. Lines Written in Early Spring എന്ന ഈ പോയത്തിനകത്ത് വില്യം വേർഡ്സ്വർത്ത് ഒരുപാട് poetic devices യൂസ് ചെയ്തിട്ടുണ്ട്. ആ poetic devices ആണ് ഈ പോയത്തെ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ബോക്സ് അനുയോജ്യമായ രീതിയിൽ പൂരിപ്പിക്കുക. ഈ പോയത്തിനകത്തു നിന്നും പേഴ്സോണിഫിക്കേഷൻ, ഇമേജറീസ്, അലിട്രേഷൻ, റൈം സ്കീം എന്നീ പോയിന്റ്സ് ആണ് നമുക്ക് എഴുതാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഫസ്റ്റ് വി വിൽ ഗോ ടു പേഴ്സോണിഫിക്കേഷൻ. വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് പേഴ്സോണിഫിക്കേഷൻ? Personification means the attribution of a personal nature or human characteristics to something non-human. ജീവനില്ലാത്ത വസ്തുക്കൾക്കോ അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത സാധനങ്ങൾക്കോ ജീവികൾക്കോ ഒക്കെ മനുഷ്യന്റെ ക്വാളിറ്റീസ് അട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. ഈ പോയത്തിലെ ഏതാനും പേഴ്സോണിഫിക്കേഷൻസ് നോക്കാം. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഈ വരിക്കകത്ത് നേച്ചർ ഈസ് പേഴ്സോണിഫൈഡ് ആസ് എ വുമൺ. ടു ഹെർ ഫെയർ വർക്ക്സ്, പ്രകൃതിയെ ഹെർ എന്നുള്ളൊരു പ്രൊനൗൺ യൂസ് ചെയ്തുകൊണ്ട് അവളുടെ ഫെയർ വർക്ക്സ്, പ്രകൃതിയെ അവൾ എന്ന് വിളിക്കുക വഴി ഇവിടെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്നു. പ്രകൃതിയെ ജീവനുള്ളൊരു സ്ത്രീയായിട്ട് ഈ വരിയിലൂടെ കവി അവതരിപ്പിക്കുകയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ്, എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഹിയർ ദ ഫ്ലവർ ഈസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ. പൂവിനെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പോലെ ഒരു വ്യക്തിയുടെ ഗുണം കൽപ്പിക്കുകയാണ്. ഫ്ലവർ എന്തു ചെയ്യുന്നു? അത് ശ്വസിക്കുന്ന വായു എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഗുണം ഒരു ഫ്ലവറിന് നൽകുന്നു. നെക്സ്റ്റ് വൺ ഈസ്, ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. മന്ദമാരുതനെ പിടിക്കാൻ വേണ്ടി ശിഖരത്തിലെ
പുതുനാമ്പുകൾ അവയുടെ ഇലകൾ പുറത്തോട്ട് വിടർത്തി വെക്കുന്നു എന്ന് പറയുന്നു. സോ ഇത് മൂന്നും നമുക്ക് ഈ പോയത്തിലെ പേഴ്സോണിഫിക്കേഷൻസിൻ്റെ കാറ്റഗറിയിൽ എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഇമേജറീസ്. ഏതൊക്കെ ടൈപ്പ് ഇമേജറീസ് ആണ് ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വിഷ്വൽ ഇമേജസ്. വിഷ്വൽ ഇമേജ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. എനിക്ക് ചുറ്റുമുള്ള കിളികൾ തുള്ളിയും ചാടിയും കളിക്കുന്നു എന്ന് പോയിട്ട് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അവിടെ പോയിട്ട് ഒരു വിഷ്വൽ ഇമേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ഇമേജ്. ദാറ്റ് ഈസ് കോൾഡ് വിഷ്വൽ ഇമേജസ്. നൗ വി ആർ ഗോയിങ് ടു ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജ് ഈസ് സംതിങ് റിലേറ്റഡ് ടു സൗണ്ട്. ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ് ഓഡിറ്ററി ഇമേജസ്. ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാൻ കേട്ടു ആയിരക്കണക്കിന് പ്രകൃതിയിലെ ശബ്ദങ്ങൾ. മ്യൂസിക്കൽ സൗണ്ട്സ് ഓഫ് നേച്ചർ. സോ ഇവിടെ പോയിട്ട് താൻ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്ററി ഇമേജ് ആയിട്ട് നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ടൊരു ഇമേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് an auditory image. Next one is olfactory image. Olfactory image is something related to smell. നമ്മുടെ സ്മെല്ലുമായി ഗന്ധവുമായി ബന്ധപ്പെട്ടതാണ് olfactory image. And the example is every flower enjoys the air it breathes. Every flower enjoys the air it breathes. ഇതിൽ നമുക്ക് ഓഡിറ്ററി ഇമേജ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ടാക്ടൈൽ ഇമേജ്. ടാക്ടൈൽ ഇമേജ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ടച്ച്. സ്പർശനവുമായി ബന്ധപ്പെട്ട ഒരു ഇമേജാണ് ടാക്ടൈൽ ഇമേജ്. ആൻഡ് ദ എക്സാമ്പിൾ ഈസ് ബ്രീസി എയർ. ബ്രീസി എയർ എന്നുള്ള ഇമേജിന് നമുക്കൊരു ടാക്ടൈൽ ഇമേജ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വി ആർ ഗോയിങ് ടു അലിട്രേഷൻസ് ഫ്രം ദ പോം. ഈ പോയത്തിനകത്തുള്ള അലിട്രേഷൻസ് നോക്കാം. ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എന്ന ലൈനകത്ത് ഫെയ്ത്ത്, ഫ്ലവർ, ഫ് എന്നുള്ള സൗണ്ട് രണ്ട് വേർഡിലും ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. സോ ഇറ്റ് ഈസ് an example for alliteration. Then next one is in the fourth stanza, but the least motion which they made. എന്ന ലൈനകത്ത് മോഷൻ, മെയ്ഡ്, മ് എന്നുള്ള സൗണ്ട്, മോഷൻ, മെയ്ഡ് എന്നീ രണ്ട് വേർഡ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. So this is an example for alliteration. Next one is in the last stanza, what man has made. അവിടെ man, made, man എന്ന സ്ഥലത്ത് മ് എന്നുള്ള സൗണ്ട് മൂന്ന് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. So we can call it an example for alliteration. The next one is to write the rhyme scheme of the poem. What is the rhyme scheme? A B A B A B A B ആണ് ഈ പോയത്തിൻ്റെ റൈം സ്കീം. ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പോയം ഡിസ്കസ് ചെയ്യുമ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. സോ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. Now let's go to activity number 3. To her fair works did nature link, the human soul that through me ran. These lines speak about the man's vital relationship with nature. Discuss and write an appreciation of the poem. പോയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ് ആരംഭിക്കുന്നത് To her fair works did nature link the human soul that through me ran. പോയറ്റ് പറയുന്നുണ്ട്, എന്നിലൂടെ ഒഴുകുന്ന ആത്മാവിനെ പ്രകൃതിയുടെ ആത്മാവുമായി, പ്രകൃതിയുടെ നല്ല കാര്യങ്ങളുമായി കണക്ട് ചെയ്യുന്നു. എൻ്റെ ആത്മാവും പ്രകൃതിയുടെ ആത്മാവും ഒന്ന് തന്നെയാണ്. ഞാനും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ രണ്ട് വരികൾ സൂചിപ്പിക്കുന്നത്. ഈ വരികളെ മുൻനിർത്തിക്കൊണ്ട് ഈ പോയത്തിനൊരു അപ്രീസിയേഷൻ തയ്യാറാക്കുക. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ നേച്ചർ പോം ഓർ എ ലാൻഡ്സ്കേപ്പ് പോം. The basic idea of the poem is largely concerned with nature because the poet William Wordsworth is a nature poet. In the poem, the poet reclines underneath a tree in wilderness. He contemplates the changes that society has undergone around him. As the poet sits there and contemplates on nature, its beauty and its seamless existence, his thoughts turn to the miseries of man. Lines written in early spring എന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ ഈ പോം ഇതൊരു നേച്ചർ പോയമാണ്. പ്രകൃതിയെക്കുറിച്ചുള്ളൊരു പോയമാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ദ ബേസിക് ഐഡിയ ഓഫ് ദ പോയം ഈസ് ലാർജ്ലി കൺസേൺഡ് വിത്ത് നേച്ചർ ബിക്കോസ് ദ പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് ഈസ് എ നേച്ചർ പോയറ്റ്. ഈ പോയത്തിൽ മുഴുവൻ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് പ്രകൃതിയെക്കുറിച്ചിട്ടാണ്. കാരണം വില്യം വേർഡ്സ്വർത്ത് അറിയപ്പെടുന്നത് പോലും പ്രകൃതിയുടെ കവി, നേച്ചർ പോയറ്റ് എന്ന പേരിലാണ്. ഇൻ ദ പോം
The poet reclines underneath a tree in wilderness. ഈ പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നത് പോയറ്റായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് ഒരു ഗ്രോവിൽ, ഒരു തോപ്പിൽ വളരെ പ്രശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടാണ്. He contemplates the changes that society has undergone around him. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആ കാലത്തുള്ള സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. As the poet sits there and contemplates on nature, its beauty and its seamless existence, his thoughts turn into the miseries of man. അങ്ങനെ ആ തോപ്പിലിരുന്നുകൊണ്ട് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം മനുഷ്യൻ്റെ മിസറീസിനെ കുറിച്ചിട്ട്, മനുഷ്യൻ്റെ യാതനകളെക്കുറിച്ചിട്ടും വേദനകളെക്കുറിച്ചിട്ടും എല്ലാം ചിന്തിക്കുന്നു. And much it grieved my heart to think what man has made of man. There is the reflection of the French Revolution. William Wordsworth wrote primarily to take back the world from the shock of the war. He wanted everyone to enjoy the pleasures of nature. പായത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസയിൽ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്, and much it grieved my heart to think what man has made of man. മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് തൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദർ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ വരികൾ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ റെഫറൻസസ് കാണാൻ സാധിക്കുന്നതാണ്. വില്യം വേർഡ്സ്വർത്ത് റോട്ട് പ്രൈമറിലി ടു ടേക്ക് ബാക്ക് ദ വേൾഡ് ഫ്രം ദ ഷോക്ക് ഓഫ് ദ വാർ. യുദ്ധത്തിൻ്റെ ഷോക്കിൽ നിന്നും ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഹി വാണ്ടഡ് എവ്രി വൺ ടു എൻജോയ് ദ പ്ലഷേഴ്സ് ഓഫ് നേച്ചർ. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും പ്രകൃതിയുടെ സൗന്ദര്യം മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനും എല്ലാവർക്കും സാധിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. വേർഡ്സ്വർത്ത് ഹാസ് എ റെപ്യൂട്ടേഷൻ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. നേച്ചർ ഈസ് എ ലിവിംഗ് ബീയിങ്. ഇറ്റ് ഹാസ് എ പേഴ്സണാലിറ്റി ഓഫ് ഹിറ്റ്സ് ഓൺ. ദ ഡിവിനിറ്റി ഓഫ് നേച്ചർ ഒക്കേഴ്സ് ഇൻ ദ ഫ്രേസ് എ 1000 blended notes. വേർഡ്സ്വർത്ത് അറിയപ്പെടുന്നത് ഒരു നേച്ചർ പോയറ്റ് എന്നാണ്. പ്രകൃതി ഒരു ജീവനുള്ള വസ്തുവാണ്. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, പ്രകൃതിക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് അദ്ദേഹം എഴുതുന്നു. ദ ഡിവിനിറ്റി ഓഫ് നേച്ചർ ഒക്കേഴ്സ് ഇൻ ദ ഫ്രേസ് എ 1000 blended notes. അദ്ദേഹം പറയുന്നുണ്ട് പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ, ഞാൻ പ്രകൃതിയിലെ മ്യൂസിക്കൽ നോട്ട്സ്, തൗസൻഡ്സ് ഓഫ് മ്യൂസിക്കൽ നോട്ട്സ് കേട്ടുവെന്ന്. അത് പ്രകൃതിയുടെ ഡിവിനിറ്റിയെ സൂചിപ്പിക്കുന്നു. ഹി ഫൈൻഡ്സ് ഡിലൈറ്റ് ഇൻ ദ ഗ്രീൻ ബവേഴ്സ് and has faith that the beautiful flowers enjoy every ounce of the air they breathe, and they are thankful for living beside the nature. The speaker observes the birds which sing and hope around him. He is in awe of these creatures. അദ്ദേഹം തനിക്ക് ചുറ്റും കാണുന്ന ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, അവ ശ്വസിക്കുന്ന വായു എൻജോയ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. കൂടാതെ തനിക്ക് ചുറ്റും കാണുന്ന ബേർഡ്സ്, അവ സന്തോഷം കൊണ്ട് തുള്ളിക്കളിക്കുന്നതായിട്ടും, ഇത്തരത്തിൽ ജീവികളെല്ലാം തന്നെ പ്രകൃതിയിൽ അവരുടെ ജീവിതം എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതുന്നു. Though the speaker does not understand their language and ways, he does recognize that the birds are creating all these movements out of sheer pleasure and joy. The breeze blowing is sweet and light. The twigs are spreading out as if to catch the sweeter air, and all the poet can do is gather pleasure in their existence. The speaker questions that if this is heaven and this is the holy plan of nature, then what man has done to himself is really bad. Man has separated himself from such joy and is spending his time hating one another and fighting wars. സോ പോയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്, ആ ബേർഡ്സിൻ്റെ, നൃത്തം ചെയ്യുന്ന ബേർഡ്സിൻ്റെ ചിന്തകളോ അല്ലെങ്കിൽ അവയുടെ ഭാഷയൊന്നും തനിക്ക് അറിയില്ലെങ്കിലും അവയെല്ലാം കാണിക്കുന്നത്, അവയുടെ ആ അനക്കങ്ങളും ചലനങ്ങളെല്ലാം കാണിക്കുന്നത് അവയെല്ലാം എത്രമാത്രം ഹാപ്പിയാണെന്നാണ്. ദ ബ്രീസ് ബ്ലോയിങ് ഈസ് സ്വീറ്റ് ആൻഡ് ലൈറ്റ്. ദ ട്വിഗ്സ് ആർ സ്പ്രെഡിങ് ഔട്ട് ആസ് ഇഫ് ടു ക്യാച്ച് ദ സ്വീറ്റ് എയർ, ആൻഡ് ഓൾ പോയറ്റ് ക്യാൻ ഡു ഈസ് ടു ഗ്യാദർ പ്ലഷർ ഇൻ ദർ എക്സിസ്റ്റൻസ്. മന്ദമാരുതനായാലും മന്ദമാരുതനെ പുൽകാൻ വേണ്ടി നിൽക്കുന്ന ലീവ്സ് ആയാലും ഇവയെ കാണുമ്പോഴൊക്കെ പ്രകൃതിയിൽ അദ്ദേഹം കാണുന്ന എല്ലാത്തിലും എത്രമാത്രം സന്തോഷവും ഭംഗിയും അവ സ്വയം ആനന്ദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു എന്ന് താൻ മനസ്സിലാക്കുന്നു എന്ന് പോയിട്ട് പറയുന്നു. ദ സ്പീക്കർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇഫ് ദിസ് ഈസ് ഹെവൻ ആൻഡ് ദിസ് ഈസ് ദ ഹോളി പ്ലാൻ ഓഫ് നേച്ചർ, then what man has done to himself is really bad. ഇതാണ്
പ്രകൃതിയുടെ മഹത്തായ ഹോളി പ്ലാൻ, വിശുദ്ധമായ പദ്ധതിയെങ്കിൽ, ഇതാണ് സ്വർഗമെങ്കിൽ, നമ്മൾ മനുഷ്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യമാണ്. മാൻ ഹാസ് സെപ്പറേറ്റഡ് ഹിംസെൽഫ് ഫ്രം സച്ച് ജോയ് ആൻഡ് ഈസ് സ്പെൻഡിങ് ഹിസ് ടൈം ഹേറ്റിംഗ് വൺ അനദർ ആൻഡ് ഫൈറ്റിംഗ് വാർസ്. മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള ഈ ജീവിതം വളരെയധികം ആനന്ദകരവും സന്തോഷകരവുമാക്കി മാറ്റാൻ പ്രകൃതിയോടൊപ്പം ചേർന്ന് ഒത്തൊരുമയോടുകൂടി വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകേണ്ട മനുഷ്യൻ പരസ്പരം വെറുപ്പ് കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും തങ്ങളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമാക്കുകയാണ് എന്നോർത്ത് പോയറ്റ് വിലപിക്കുന്നു. ദ പോയം ഹാസ് 6 quatrains and the rhyming scheme is ABAB. There are examples of personification. There is fine visual and auditory imagery. We too feel like we are reclining in the grove, watching the flowers and listening to the music of the birds. Nature is really beautiful. ഈ പോയം എഴുതപ്പെട്ടിരിക്കുന്നത് 6 quatrains-ലാണ്. Quatrains means 4 line stanzas. 4 വരികളുള്ള 6 സ്റ്റാൻസുകളായിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഈ പോയത്തിൻ്റെ റൈം സ്കീം ABAB എന്നാണ്. പോയത്തിൽ ഒരുപാട് പേഴ്സോണിഫിക്കേഷൻസും വിഷ്വൽ ഇമേജറീസും ഓഡിറ്ററി ഇമേജസും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പോയം വായിക്കുന്നതോടുകൂടി നമുക്കും തോന്നിപ്പോകും നമ്മളും ഒരു തോപ്പിൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച്, പൂക്കളും പക്ഷികളും പ്രകൃതിയുടെ മനോഹരമായ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് നമ്മളെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ പോയം എഴുതപ്പെട്ടിരിക്കുന്നത്.